അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫാമിലിക്കൊക്കെ എന്നെ പുച്ഛിച്ചവരും തള്ളിയവരും ഒക്കെ ഇപ്പോൾ അസൂയപ്പെട്ട് അങ്ങ് ഇരിക്കുന്നുണ്ടാവും. ഇരിക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ റീലും യൂട്യൂബിലും പോസ്റ്റൊക്കെ ഇടുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം അവർ ഇട്ടതിനൊരു കാര്യമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് തോന്നട്ടെ ഇട്ടതിന് ഇപ്പോൾ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് അല്ലേ. വലിയ നിലവൊന്നുമല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ അറിയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹെൽക്കുന്ന ഒരു ഇത് അറിയില്ല. അവിടെ പോയിട്ട് എന്താണെന്നുള്ളതൊന്നും. ഒരു ഇനോഗ്രേഷനാണ് ജ്വല്ലറിയുടെ. അതിൽ കൂടെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും വിളിക്കുന്നുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. വലുതായിട്ടൊന്നുമല്ല, ഞാൻ ചെറിയൊരു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു അവാർഡ് വാങ്ങുന്നത്. ലൈഫിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു അവാർഡ്. ഒരു ഓട്ട മത്സരത്തിന് ഞാൻ ചെറുപ്പത്തിൽ പോയിരിക്കുന്നു, എന്നിട്ട് പോലും എനിക്കൊരു അവാർഡ് കിട്ടിയിട്ടില്ല. എനിക്കൊരു ട്രോഫി പോലും കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇവിടെ അപ്പം ഇങ്ങനൊരു കഴിവ് എനിക്കുണ്ടപ്പോൾ. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇന്ന് അവാർഡ് വാങ്ങൽ ചടങ്ങാണേ. ഇന്ന് എനിക്ക് അവാർഡ് കിട്ടണ ചടങ്ങ് ദിവസമാണ്. ആരും ഇല്ലേ? മാമ പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാൻ. അപ്പോഴേക്ക് മാമ മാറ്റി നിൽക്കാമെന്നും പറഞ്ഞ് വോയിസ് വിട്ട്. ഇന്നലെ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ വിളി 10-20 വിളി ഞാൻ വിളിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ നേരെ അരിക്കറിൽ പോയി. 9 മണിക്ക് തുടങ്ങേണ്ട പരിപാടി എത്തിയത് 10 മണി. അങ്ങനെ ഞാൻ മുട്ടലേ കുറച്ച് ചായയൊക്കെ കുടിച്ച് എന്നിട്ട് ആളെ എണീച്ചില്ല. ഞാൻ ദേഷ്യം പിടിച്ച് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഓളുണ്ടെന്ന് പറഞ്ഞു. ഓളെ കിണാശ്ശേരിന്ന് കൂട്ടി ഞാനും ഓളും കൂടി പോയി. ലാസ്റ്റ് അവിടെ ചെണ്ട് മുട്ടും പരിപാടിയൊക്കെ അയറിക്കും മാമന് ഇന്നങ്ങാനും മുമ്പ് അവിടെ എത്തി നിൽക്കുന്നുണ്ട്. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് ഇന്നത് എവിടേക്കാണ് ഇൻവൈറ്റ് ചെയ്തതല്ലേ. ലെനോറ ഫാൻസിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. കോട്ടൺ ബാഗ്സുകളുണ്ട്, അതേപോലെ ജ്വല്ലറീസ് ആണെങ്കിലും ഇപ്പോൾ ബ്രൈഡൽസിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ടു സെറ്റ് സാധനങ്ങൾ മുഴുവനും ഉണ്ട്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അപ്പോൾ നിങ്ങൾ ഈ ഫറൂഖ് ഭാഗത്തോടെ പോകുന്ന വഴിക്ക് ഈ ഒരു ഷോപ്പിൽ കയറാൻ മറക്കണ്ട. ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ പ്രീതി സെൻറ്റർ ലെനോറ ഫാൻസിലാണ്. ഫറൂഖ് നമ്മൾ മറിയന്റെ അവാർഡ് വാങ്ങാൻ വന്നതാണ്. അവാർഡിന് വേണ്ടി മാറ്റിട്ട് പൈസ ഇത് കഴിഞ്ഞ ഓൾ എത്രയും പെട്ടെന്ന് അത് ബ്ലാക്ക് ആക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ബിലോ. നിങ്ങളൊരു സംഭവം കാണുന്നുണ്ടോ? ക്യാമറ എവിടെയൊക്കെ വരുന്നുണ്ടോ? ക്യാമറ എവിടെയൊക്കെ വരുന്നുണ്ട്? 60 ഒന്നും വേണ്ട. ക്യാമറ എവിടെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഇതെന്റെ മുഖം കാണാം. എവിടൊക്കെ ഞാനൊരു പരിപാടിക്ക് വന്ന ഏതായാലും മുഴുവനായി. എന്നാ പിന്നെ മിണ്ടായിരിക്കുക. അവിടെ അവാർഡ് വാങ്ങാൻ ചടങ്ങാണ്. എന്നാ പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് എന്ത് വേണമെങ്കിലും പറയാം. ബോസ്കോ ബാസ്റ്റിന്റെ പാട്ടുകൾ. അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഓളിനോടായ അൻസാർ ലോപ്പസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Okay, ladies, gentlemen, social media influencers, Award 2025, Lenora Fancy. Thank you, Ansar Lopez. And congratulations, Maria. Finally, guys.